أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وللآخرة خير لك من الأولى അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ദുഹ ആയത് നമ്പർ 5. അർത്ഥം: തീർച്ചയായും പിൽക്കാലം ആദ്യത്തേതിനേക്കാൾ നിനക്ക് ഉത്തമമാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണം തഫ്സീറെ കബീർ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കേൾപ്പിച്ചു വരികയാണ്. മുൻപോട്ട് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു അരുൾ ചെയ്യുന്നു: ഈ ആയത്ത് അനുസരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ സ്നേഹിക്കുന്നവരുടെ കാര്യത്തിൽ ദിനംപ്രതി ദിനം വലിയ വർധനവാണ് സംഭവിച്ചു കൊണ്ടിരുന്നത്. സ്വഹാബാക്കൾ തങ്ങളുടെ അർപ്പണ മനോഭാവത്തിൽ ഏതൊരു മാതൃകയാണോ കാണിച്ചത്, അത് ഇന്നേ വരെ ഒരു പ്രവാചകന്മാരുടെ അനുയായികളിലും കണ്ടിട്ടില്ല. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സമയം സ്വഹാബാക്കളുടെ ഇടയിൽ നടന്ന സംഭവങ്ങൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തെ അവർ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിന് തെളിവാണ്. അവർ രാപ്പകൽ കേട്ടുകൊണ്ടിരുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണപ്പെട്ടവർ വീണ്ടും ജീവിക്കുകയില്ല എന്ന്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ അവർ ഭ്രാന്തന്മാരെ പോലെ ആയിത്തീരുകയും അവർക്കറിയാവുന്ന സത്യം അല്ലെങ്കിൽ ദിവസവും അവർ കേട്ടുകൊണ്ടിരുന്ന ആ യാഥാർത്ഥ്യത്തെ അവർ മറന്നുപോവുകയും അവരുടെ ഹൃദയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ടില്ല എന്ന് ചിന്തിക്കാനും തുടങ്ങി. എത്രത്തോളം എന്നാൽ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു വാളേന്തി എണീറ്റ് നിന്നുകൊണ്ട് പറയുകയുണ്ടായി: ആരെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ്റെ തല ഞാൻ എടുക്കുന്നതാണ് എന്ന്. ഹസ്രത്ത് ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി: ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു വാളേന്തി നിന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ പ്രതീക്ഷയും സന്തോഷവും ഉണ്ടാവാൻ തുടങ്ങി. കാരണം ചിലപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് കരുതിക്കൊണ്ട്. ആ സമയത്താണ് ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മിമ്പറിൽ കയറിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞത്: മൻ കാന മിൻകും യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത. അതായത്, നിങ്ങളിൽ ഏതൊരു വ്യക്തിയാണോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തെ ആരാധിച്ചിരുന്നത്, അവർ നല്ലവണ്ണം കേട്ടുകൊള്ളുക, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു. അതിനുശേഷം പറയുകയുണ്ടായി: വമൻ കാന മിൻകും യഅ്ബുദുല്ലാഹ് ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂതു ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂതു. അതായത്, നിങ്ങളിൽ ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിച്ചിരുന്നുവോ അവർ മനസ്സിലാക്കുക, അള്ളാഹു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു ഒരിക്കലും മരിക്കുന്നതല്ല. അതിനുശേഷം ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്ത് പാരായണം ചെയ്യുകയുണ്ടായി: വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇമ്മാത ഔ ഖുതിലൻ കലബ്തും അലാ അഅ്കാബിക്കും. അർത്ഥം: മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറും അള്ളാഹുവിൻ്റെ പ്രവാചകരും റസൂലും മാത്രമായിരുന്നു. ഇനി അഥവാ അദ്ദേഹം മരണപ്പെടുകയാണെങ്കിൽ എന്താ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന്
പിന്തിരിയുന്നതാണോ? ഈ കാര്യം ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സഹാബാക്കളുടെ കണ്ണുകൾ തുറന്നു. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ സംസാരം തുടങ്ങിയപ്പോൾ ഞാൻ കരുതി ഈ വൃദ്ധൻ തൻ്റെ സംസാരം അവസാനിപ്പിക്കട്ടെ, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തല ഞാൻ എടുക്കുന്നതായിരിക്കും. എന്നാൽ ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ സംസാരം പൂർത്തിയാക്കിയപ്പോൾ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, എൻ്റെ കാലുകൾ വിറക്കാൻ തുടങ്ങി, അങ്ങനെ ഞാൻ നിലത്തേക്ക് വീഴുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം വരും ദിവസങ്ങളിലെ ദർസുകളിൽ കേൾപ്പിക്കുന്നതായിരിക്കും. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വബാരിക് വസല്ലി ഇന്നക ഹമീദും മജീദ്. ജസാക്കുമുല്ലാഹ്.